സമൂഹം മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു അജണ്ടയോട് കൂടി ചെയ്ത ഒരു സിനിമ തന്നെയാണ് ഇത്. വിവാദ സിനിമ തന്നെയാണ്, ഇതൊരു പുരുഷ സിനിമ തന്നെയാണ്. പക്ഷെ അത് സ്ത്രീകൾക്കെതിരല്ല. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് നിയമപരമായിട്ടുള്ള എല്ലാ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും അവകാശങ്ങളും ഇതിനകത്ത് എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും ഈ സിനിമ കൃത്യമായിട്ട് കാണുക. അടിപൊളി മെസ്സേജാണ്. ആസിഫ് അലിയുടെ ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററും കൂടെ തുറന്നിരിക്കുകയാണ്. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ഫാമിലി പിക്ചറാണ്, എല്ലാവരും പോയി കാണണം. ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്, കാണണം. ബ്രോ പടം കൊള്ളാം. തിയേറ്റർ വാച്ചുള്ളതാണ്. ആസിഫിന്റെ പെർഫോമൻസ് ആണ് പടത്തിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് ഒക്കെയാണ് പടം പറഞ്ഞു പോകുന്നത്. തിയേറ്റർ വാച്ചുള്ളതാണ്. ഫാമിലിക്ക് വന്നു കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ആസിഫിന്റെ പടത്തെക്കുറിച്ച് ഇതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ പടം ആമ്പിള്ളേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുമല്ലേ? ഇതൊരു പടം തന്നെയാണ്. കാരണം അത് ഇങ്ങനെ ഒരു സബ്ജക്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ തിയേറ്റർ വാച്ചുകളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി പടം മേക്ക് ചെയ്തേക്കുന്നത്. പെർഫോമൻസ് ആണ് പടത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. അഭിപ്രായം പ്രേക്ഷകരെ പറ്റി ഇതൊരു ഇതിലിപ്പം കണ്ടിട്ട് ഇറങ്ങിയതാണ് പുരുഷ സിനിമയാണ്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ സ്ത്രീകളെ ആക്ഷേപിച്ചിട്ട് അങ്ങനെ പരിപാടിയല്ല. പക്ഷെ പുരുഷന്മാരുടെ വേദനയും പറയണ്ടേ പടമാണ്. സന്തോഷം. കാരണം അത് നല്ലൊരു ഇതിൻ്റെ പ്രക്രിയതല്ലേ നാളെ. അപ്പോൾ അതിൻ്റെ തലേ ദിവസം തന്നെ 6-ാം തീയതി ഇറങ്ങി ബാക്കിയെല്ലാം പ്രേക്ഷകർ പറയണ്ട പറയുന്നത്. കണ്ടായിരുന്നു പടം, കണ്ടായിരുന്നു. കണ്ടിട്ട് പറയണേ. താങ്ക് യു. എങ്ങനെയുണ്ടാവും സിനിമയിൽ അഭിനയിച്ചത്? ഒരു ആസിഫിക്കായിട്ടുള്ള ഒരു ആസിഫിക്കായിട്ട് അഭിനയിച്ച ആദ്യ സിനിമയാണ്. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ആ കംഫർട്ട്നെസ് ഈ പറയുന്ന സ്ക്രീനിലും കാണാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും സന്തോഷമാണ്, ഹാപ്പിയാണ്. പിന്നെ ബാക്കി പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറേ ഷോർട്ട് ഫിലിംസ് ഇതെല്ലാം ചെയ്തല്ലോ, ഇപ്പോൾ സിനിമയിലോട്ട് വന്നല്ലോ. എന്താണ് സന്തോഷം? എപ്പോഴും ആഗ്രഹം സിനിമ അങ്ങനെയായിരുന്നു. അതിനായിരുന്നു ബാക്കി ഷോർട്ട് ഫിലിംസും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഇനിയും നല്ല റോളുകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. നാളെ പെരുന്നാളാണല്ലോ. പെരുന്നാൾ കാരണം സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇത് നല്ലൊരു കുടുംബചിത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ഈ സിനിമ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഫാമിലി ഓഡിയൻസിനും എല്ലാതരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് പറഞ്ഞത്. പെരുന്നാൾ ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ആഭ്യന്തര കുറ്റവാളി. പടം കണ്ടു കഴിഞ്ഞ പ്രേക്ഷകരുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ കാസ്റ്റ് ആൻഡ് ക്രൂ ഷോ ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.